ഡോക്യുമെൻ്ററിക്കും ഫിലിമിനും ഇടയിലുള്ള ഇങ്ങനെ ഒരു നൂൽപ്പാലത്തിൽ കൂടെ പോകുന്നൊരു ഫിലിമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വെടിയൊച്ചകൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പക്ഷേ പിന്നെ നമ്മൾ ഐമാക്സിൽ കൂടെ കാണുകയാണെങ്കിൽ വളരെ സൂപ്പറായിരിക്കും. വാർഫെയർ നല്ല സിനിമയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിക്കും നടന്ന സംഭവങ്ങളെ ആധാരമായിട്ടുള്ള സിനിമയാണ്. എന്ന് പറയുമ്പോൾ 2006 ഇറാഖ് വാറിൽ നമ്മുടെ അമേരിക്കൻ സേനയുടെ ഒരു ദൗത്യം അതാണ് കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെൻ്ററിക്കും ഫിലിമിനും ഇടയിലുള്ള ഇങ്ങനെ ഒരു നൂൽപ്പാലത്തിൽ കൂടെ പോകുന്നൊരു ഫിലിമാണ്. പക്ഷേ ഡയറക്ടറുടെ ആ ബ്രില്യൻസ് കൊണ്ട് നല്ല ഭംഗിയായിട്ടൊരു സിനിമയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത്ര നല്ല ഇതൊന്നും അല്ല. പക്ഷേ ഇതൊരു അമേരിക്കൻ സൈന്യത്തിൻ്റെ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ടില്ല, പക്ഷേ ഇത് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കാണിക്കുന്നത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ നിലവിളികളും പിന്നെ അവരുടെ ദീർഘനിശ്വാസങ്ങളും ഇതൊക്കെയാണ് ഒരു ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വെടിയൊച്ചകൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പക്ഷേ പിന്നെ നമ്മൾ ഐമാക്സിൽ കൂടെ കാണുകയാണെങ്കിൽ വളരെ സൂപ്പറായിരിക്കും ആ സിനിമ. എന്ന് പറയുമ്പോൾ കുറച്ച് 1.5 മണിക്കൂർ ദൈർഘ്യമേ ഉള്ളൂ സിനിമ, പക്ഷേ വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട്, അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറുടെ ബ്രില്യൻസ് എന്നാണെങ്കിൽ പറയാം. നല്ലൊരു മൂവിയാണ്. ഐമാക്സ് തന്നെ കാണണം ഈ സിനിമ. കാരണം എന്നാലും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. യുദ്ധമാണ് കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ അൽ-ഖ്വയ്ദ അവരുടെ സപ്പോർട്ടുള്ള ഇറാഖിലെ ഒരു നഗരത്തിൽ അമേരിക്കൻ സൈന്യം അവിടെ ഉണ്ടായിരുന്നല്ലോ ആ യുദ്ധം നടക്കുന്ന സമയത്ത്. അപ്പോൾ അവർ ആ സ്ഥലത്ത് എത്തുന്നതും ഇവരെ ആൾക്കാരെ പിടിക്കുന്നതും അവരുടെ ആ ദൗത്യം അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പക്ഷേ ശരിക്കും നടന്ന സംഭവമാണ്. പിന്നെ ഈ സിനിമ തീരുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള സോൾജേഴ്സിൻ്റെ ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങളും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ബ്രില്യൻ്റായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. നിറയെ ആളുണ്ടായിരുന്നു തിയേറ്ററിൽ. വിഷ്വലൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് സ്പെഷ്യൽ എഫക്ട്സ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ശരിക്കും നമ്മളൊരു യുദ്ധഭൂമി ചെന്ന് പെട്ടതുപോലെ. പിന്നെ ഭയങ്കര യുദ്ധത്തിൽ ഈ അവയവങ്ങളൊക്കെ പൊട്ടിച്ചിതറുന്നതും അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതായിട്ട് തോന്നും, നമുക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് തോന്നും. പക്ഷേ നല്ലൊരു മൂവി, നല്ലൊരു ഹോളി മൂവിയാണ്.